ഗൈസ്, ഞാൻ സ്വന്തം തോമസ്. കഴിഞ്ഞ ആഴ്ച എനിക്ക് സ്കൂളിൽ പ്രോഗ്രാം ആയിരുന്നു ഗൈസ്. എനിക്ക് സ്റ്റോറി ടെല്ലിങ്ങിലും ഫസ്റ്റും എനിക്ക് ഓട്ടോമാസിൽ സെക്കൻഡും ആയിരുന്നു ഗൈസ്. ഞാൻ ആ സ്റ്റോറി ടെല്ലിങ്ങിലോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ? ചോരക്കണ്ണും കൂട്ടപ്പല്ലും തുണിയാർന്ന ചെവികളുള്ള ഭൂതത്തിനെ, മനുഷ്യരെ കൊന്നതിന്ന ഭൂതത്തിനെ. കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ശ്രീ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടെന്ന കവിതയുടെ കഥാരൂപമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പണ്ട് പാടക്കെട്ടുകൾക്ക് മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വഴിപോക്കരെയെല്ലാം വഴിതെറ്റിച്ചുകൊണ്ട് പച്ചക്കലാണ് അവന് പതിവ്. ആയിരിക്കാന് കുന്നിൻ്റെ നങ്ങളിൽ മകൻ ഇഴുത്തു പഠിക്കാൻ പോയത്. ഞാൻ തണുക്കുടുമ്പോൾ തുണി കണ്ടപ്പോൾ ഭൂതത്തിനോട് ആശ, ഈ കുട്ടിയെ എനിക്ക് വളർത്തിയാൽ എന്താ? ഭൂതമോട് തന്നെ പെൺകിടാവിൻ്റെ വേഷത്ത് വന്ന് ഉണ്ണിയെ കൊണ്ടുപോയി. സന്ധ്യയായിട്ടും ഉണ്ണിയെ കാണാതെ മഞ്ഞേലി മലമുകളിൽ അന്വേഷിച്ചു. അപ്പോഴാണ് ആ വഴി വന്ന് ചാത്തക്കൾ, ടാറ്റാ എന്റെ കുഞ്ഞിനെ വിളങ്ങാനും കണ്ടു നീ? തമ്പുരാട്ടിയെ മലമുകളിൽ കളിക്കുന്നത് കണ്ടു. കൂടെ ഒരു കൊച്ചു തമ്പുരാട്ടി കൊണ്ടാടുന്നു. മലമുകളിൽ ഭൂതമാണ് എന്റെ മകളെ കൊണ്ടുപോയി വീട്ടിലെടുത്തിട്ട് ഓടിയെത്തി. ഭൂതമേ, എന്നെ കുഞ്ഞെനിക്ക് തിരിച്ചു തരും. കുഞ്ഞിയുടെ അമ്മ വന്നെന്ന് മനസ്സിലാക്കിയ ഭൂതം നദിയായി പുലിയാൻ വന്ന് എങ്കിലും ഭയപ്പെടുത്തി ഓടിക്കാൻ നോക്കിയെങ്കിലും ഭയപ്പെടാൻ തയ്യാറായില്ലേ നന്ദി. മുത്തുകൾ തുടർന്നുകളും പിയാക്കെത്തിത്തരാം, പകരം നിന്റെ ഉണ്ണിയെ ഞാൻ എടുക്കും. ഇത് കേട്ട നങ്ങിയിലേക്ക് പടക്കാൻ കഴിയില്ല. ഞങ്ങൾ രണ്ട് കണ്ണുകളിൽ ചൂണ്ടെടുത്ത് ഭൂതത്തിന്റെ കാൽക്ക് സമർപ്പിച്ചു. ഹേ ഭൂതമേ, എന്റെ രണ്ട് കണ്ണുകാൽ വിടുന്ന ഉണ്ണിയാണ്. നങ്ങിയിലേക്ക് കാഴ്ച നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ഭൂതം എത്തിക്കമ്പ് പറിച്ച് മന്ദങ്ങൾ ചൊല്ലി കൃത്യ രൂപപ്പെടുത്തി നങ്ങിയിലേക്ക് കൊടുത്തു. ഉണ്ണിയെ വാരിയെടുത്ത നങ്ങിയേലി രണ്ട് കവലും മാറി ഉമ്മ വെച്ചു. നെറുകെ തലോടിയപ്പോഴാണ് സത്യം മനസ്സിലാക്കി. തന്നെ കുഞ്ഞല്ലാന്നാണ് സത്യം. വെച്ച വരണ വണ്ടിച്ച ഭൂതമേ, നീ ഞാൻ ശപിക്കട്ടെ. ഒരു സത്യമായ ശാപം തനിക്ക് താങ്ങാനാവില്ല മനസ്സിലാക്കിയ ഭൂതം കാഴ്ചയും ഉണ്ണിയും നങ്ങിയേലിക്ക് തിരിച്ചു നൽകി. ഭൂതത്തിന് ഉണ്ണിയെ വിട്ടുപിരിയാതെ വിഷമം വന്നപ്പോൾ നങ്ങിയേലി പറഞ്ഞു, എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിഞ്ഞ് നീ എൻ്റെ ഉണ്ണിയെ വന്ന് കണ്ടുകൊള്ളു. പാവം ഭൂതം ഉണ്ണിയുടെ വീട് പറയാൻ ചോദിക്കാൻ മറന്നുപോയി. തൻ്റെ കുഞ്ഞിന് ഇനിയും ഭൂതം തട്ടിയെടുക്കുമെന്ന് പേടിച്ച് വീടിൻ്റെ വഴി പറഞ്ഞു കൊടുക്കാതെ ധൃതിയിൽ നടന്നെത്തി. കൂട്ടുകാരെ, എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിഞ്ഞ് ഭൂതം എല്ലാ വീടുകളിലും പോയി കേടിയിടുന്നു. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠമുണ്ട്. അമ്മമാർ തമ്മിൽ തല്ലും ശകാരിക്കും, അതെല്ലാം നമ്മൾ നന്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയെ സ്നേഹിക്കുന്ന കുട്ടികൾ അച്ഛനെ വലിയ മേലോട്ട് നല്ലേ. കൂട്ടുകാരെ, ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.